കർത്താവിന്റെ പരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവ വചന പഠനവുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെ ചില നാളുകളായി തെസ്സലോനിക്ക ലേഖനം വേഴ്സ് ബൈ വേഴ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയിൽ മറ്റ് തടസ്സങ്ങൾ നിമിത്തം നമ്മുടെ പഠനം തുടരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇന്ന് വീണ്ടും ദൈവത്തിന്റെ കരുണയാൽ നമുക്ക് ഒരുമിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവശ്വാസീയമായ ലേഖനത്തിലെ ചില വാക്യങ്ങൾ പഠിക്കാൻ കർത്താവ് നൽകുന്ന അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ടൈം പഠിച്ചു നിർത്തിയത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 12 വരെയുള്ള വാക്യങ്ങളായിരുന്നു. ഞാൻ ആ വാക്യങ്ങളിലേക്ക് വീണ്ടും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രാക്ടിക്കലായിട്ട് സഭ എങ്ങനെ നടക്കണം, ലോകരുടെ മുന്നിൽ എങ്ങനായിരിക്കണം ദൈവസഭയുടെ നടപ്പ് എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് നടക്കണം, ദൈവപ്രസാദകരമായിട്ട് നടക്കണം, സമൂഹത്തിൽ മാന്യമായിട്ട് നടക്കണം. ഈ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ 12 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ് അതിനെ വിവരിച്ചു നിർത്തിയത്. 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ പ്രത്യാശയെ സംബന്ധിച്ച് ആ തെസ്സലോനിക്കയിലെ ദൈവമക്കൾ, വളരെ മാതൃകയോടെ ജീവിച്ച തെസ്സലോനിക്കയിലെ ദൈവമക്കൾ, അവർ ചോദിച്ച അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവർക്ക് വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ അപ്പോസ്തലന് കൊടുത്ത നിയോഗത്താൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചതിന് ശേഷം ഒരു ചെറിയ വിവരണം, അതിനെ അല്പാൽപ്പം ഒന്ന് വിശദീകരിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങളെ വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവിൻ. ഇവിടെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ അറിയാം, അവർക്ക് സംശയമുണ്ടായിരുന്ന, അവർക്ക് ആൻസർ ഇല്ലാതിരുന്ന വളരെ പ്രാക്ടിക്കലായുള്ളൊരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്ത് അതിന്റെ വിശദീകരണം, എന്താണ് അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നതെന്നും കർത്താവിന്റെ വരവിന്റെ ആ പ്ലാൻ എങ്ങനെയാണ്, അതിലൂടെ നമ്മൾ എങ്ങനെയാണ് ആശ്വാസം, അതിന്റെ പർപ്പസ് എന്താണ്, ഈ നിലയിൽ വളരെ അല്പം കൂടെയും വളരെ ഓരോ വാക്യങ്ങളെയും വിശദീകരിച്ച് സംസാരിക്കണമെങ്കിൽ ഒരു 4-5 എപ്പിസോഡെങ്കിലും നമ്മൾ ഒരുമിച്ച് പഠിച്ചാലേ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഒരു ലേഖന പഠനമായതുകൊണ്ട് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലേക്ക്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റാണ് കർത്താവിന്റെ 2-ാം വരവ് എന്നുള്ളത്, ആ വിഷയം അതുപോലെ ഈ ഒരു പാസേജിൽ നിന്ന് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ലെങ്കിലും ആ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്താണെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഈ സമയപരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാം എന്ന് ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. 18-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ അറിയാം, സഹോദരന്മാരെ, തെസ്സലോനിക്കയിൽ താൻ ഏറ്റവും അധികം സ്നേഹിച്ച, തന്നെ ഏറ്റവും അധികം കരുതിയ തെസ്സലോനിക്ക സഭയിലെ സഹോദരന്മാരെ പിന്നീട് കാണാനായിട്ട് യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ ഒരു സാഹചര്യത്തിൽ പോൾ അവരെ അഡ്രസ്സ് ചെയ്യുകയാണ്. തിമോത്തിയോസിന്റെ റിപ്പോർട്ട് കൊണ്ടുവന്നതിന് ശേഷം, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ
ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ തിമോത്തിയോസും പോളും ശീലാസ്, ഇവര് 3 പേരായിരുന്നല്ലോ തെസ്സലോനിക്കയിൽ ചെന്നത്, തന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ചെന്നത്. അന്നേരം തിമോത്തി അവിടെ ചെന്ന് അവരുടെ ആത്മീയ വളർച്ചയും അവരുടെ സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി തിമോത്തിയോട് അവര് പറഞ്ഞ ഒരു കാര്യത്തെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിനാൽ പൗലോസ് അപ്പോസ്തലൻ എഴുതി അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് അറിയേണ്ട കാര്യം നിദ്ര കൊണ്ടവരെ കുറിച്ച് എന്ന് പറഞ്ഞാല് തെസ്സലോനിക്ക സഭ നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ബൈബിൾ പൂർണ്ണമായിരുന്നില്ല, വെളിപ്പാട് പൂർണ്ണമായിരുന്നില്ല. അതുകൊണ്ട് പല കാര്യങ്ങളെ പറ്റി അവർക്ക് അറിവില്ലായിരുന്നു. ഈ പോളി ലേഖനങ്ങൾ എഴുതുന്ന സമയത്ത് ദൈവിക വെളിപ്പാടുകൾ പ്രോഗ്രസീവ് ആയിരുന്നു. പണ്ട് ഭാഗമായിട്ട് നൽകിയ വെളിപ്പാടുകൾ പുത്ര മുഖാന്തരമാണ് പൂർണ്ണമായിട്ട് നൽകിയത് എന്ന് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എന്നതുപോലെ ആ പൂർണ്ണമായി നൽകിയ വെളിപ്പാടിന്റെ നല്ലൊരു ഭാഗവും അപ്പോസ്തലനായ പൗലോസിലൂടെയാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി സാർവത്രിക സഭയ്ക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നോക്കൂ, അങ്ങനെ അവരുടെ ഒരു ചോദ്യം, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് അപ്പോസ്തലൻ ഈ എഴുത്തിനകത്ത് മെൻഷൻ ചെയ്യണമെങ്കിൽ അവർക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് പലവിധമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ വ്യക്തമായി ദൈവിക വെളിപ്പാടുകൾ അത് പറഞ്ഞിട്ടില്ലാതിരുന്നത് കൊണ്ട് അവർക്ക് അതിനെപ്പറ്റി കൃത്യമായ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. അതാണ് വാസ്തവത്തിൽ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അവർക്ക് ന്യായമായിട്ടും പല ചോദ്യങ്ങൾ ഉണ്ടാകാം. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വിശുദ്ധരായ ആളുകൾ മരിക്കുന്നു, അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവര് കർത്താവിന്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോവുമോ? ഇങ്ങനെ മരിച്ചവർ എവിടെയാണ്? ഇനിയും ബാലശിക്ഷ നിമിത്തം മരിച്ചവരുണ്ടാകാം, അവരെവിടാണ്? സുവിശേഷം നിമിത്തമുണ്ടായ പീഡന നിമിത്തം ജീവൻ അപകടത്തിൽപ്പെട്ടവരുണ്ടായിരിക്കാം, അവരുടെ ഭാവി എന്താണ്? അവർക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയായ ദൈവരാജ്യത്തിലേക്കുള്ള അല്ലെങ്കിൽ കർത്താവിന്റെ ആ വലിയ വരവിന്റെ ഇവന്റ് നഷ്ടപ്പെടുവോ? അവരെന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാകുകയും അത് തിമോത്തിയോസ് വഴി പൗലോസ് അറിയുകയും ചെയ്തതിന്റെ ഭാഗമായി പരിശുദ്ധാത്മാവ് തനിക്ക് നൽകിയ ആ വെളിപ്പാടുകളാണ് 13 മുതൽ താഴോട്ട് എഴുതുന്നത്. വാസ്തവത്തിൽ ഇവർക്ക് കർത്താവിന്റെ വരവിനെ പറ്റി ബോധ്യം ഉണ്ടായിരുന്നു, ജഡ്ജ്മെന്റിനെ പറ്റി ബോധ്യം ഉണ്ടായിരുന്നു. ഈ രണ്ട് കാര്യവും ഈ ലേഖനത്തിനകത്ത് തന്നെ അവര് പറയുന്നതായിട്ട് നമുക്ക് കാണാം. 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവ് വരുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതുപോലെ ജഡ്ജ്മെന്റ് ഉണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിനകത്തും കർത്താവിന്റെ പ്രത്യക്ഷതയെ പറ്റി 19-ാം വാക്യത്തിനകത്ത് പോൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിനകത്തും കർത്താവിന്റെ വരവിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾക്കകത്തും അതുണ്ട്. 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾക്കകത്തും അതുണ്ട്. എന്ന് പറഞ്ഞാൽ 5 അധ്യായങ്ങളിലും ഈ കർത്താവിന്റെ വരവിനെ പറ്റിയും ചില ഭാഗങ്ങളിൽ കർത്താവിന്റെ ന്യായവിധിയെ പറ്റിയും മെൻഷൻ ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല 1-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ ഈ സഭയ്ക്ക് കർത്താവ് രണ്ടാമത് വരുമെന്നും ആ വരവിങ്കൽ നടക്കുന്ന അല്ലെങ്കിൽ പിന്നീട് നടക്കുന്ന കാര്യങ്ങളെ പറ്റി, ന്യായവിധിയെ പറ്റിയൊക്കെ വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇവർക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത, അന്ന് വരെ ക്രിസ്തീയ സഭയ്ക്ക് വെളിപ്പെട്ടിട്ടില്ലാതിരുന്നൊരു മർമ്മമായിരുന്നു നിദ്ര കൊണ്ടവരെ പറ്റിയുള്ള ആ ഒരു കാഴ്ചപ്പാട്. അവർക്ക് എന്ത് സംഭവിക്കും കർത്താവിന്റെ വരവിങ്കൽ എന്നത് അതൊരു മിസ്റ്ററി ആയിരുന്നു. ഞാൻ അതിലേക്ക് പിന്നാലെ വരാമെന്ന് വിചാരിക്കുന്നു. ഇവരുടെ ചോദ്യങ്ങളൊക്കെ 13-ാം വാക്യത്തിൽ വ്യക്തമാണ്. അവര് വളരെ വറീഡായിരുന്നു, എന്താണ് അവർക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. കാരണം ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ഈ 3-ാം അധ്യായം 3-ാം വാക്യമൊക്കെ വായിക്കുമ്പോഴേ അറിയാം, കഷ്ടത അനുഭവിച്ചും അനേകര് ആ തെസ്സലോനിക്കയിൽ ജീവൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, സുവിശേഷ നിമിത്തം ജീവൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇത്രയും വിശുദ്ധിയോടെ വേർപാടോടെ ജീവിച്ച ഇവരുടെ ഭാവിയെ സംബന്ധിച്ച് ഒരാകുലത ഈ സഭയിലെ അംഗങ്ങൾക്കുണ്ടായിരുന്ന ആ ആകുലതയ്ക്ക്, ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് വാസ്തവത്തിൽ ഈ അധ്യായത്തിൽ നമ്മൾ താഴോട്ട് വായിക്കുന്നത്. വളരെ പ്രായോഗികമായിട്ട് ഏതൊരുവനും വായിച്ചാൽ മനസ്സിലാക്കാവുന്ന നിലയിൽ തിരുവെഴുത്തിനകത്ത് നടന്ന ഇവന്റുകളുടെ അടിസ്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ കർത്താവിന്റെ വരവിങ്കൽ അവർ ഉയർത്തെഴുന്നേൽക്കുമെന്നും മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നും നമ്മൾ ഡിസ്പെൻസേഷണൽ വ്യൂ ഹോൾഡ് ചെയ്യുന്ന പെന്തക്കോസ്തൽ സഭകൾ ആ ഒരു ദൈവശാസ്ത്രമാണല്ലോ ഹോൾഡ് ചെയ്യുന്നത്. ആ വ്യൂവിൽ നിന്നാൽ റാപ്പിയോ, ആ പദത്തിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ സമയം ഉണ്ടെങ്കിൽ വരാം, എടുക്കപ്പെടുക. അങ്ങനെ ആ റാപ്ചർ എന്നൊരു പദം ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് കാണുന്നില്ല. പക്ഷേ
ആ സ്നാച്ചിങ് അവേ, കോട്ടപ്പ്, എടുത്തുകൊണ്ടപ്പെടുക, ഹർപ്പാസോ എന്നൊരു ഗ്രീക്ക് വേർഡ് ഉപയോഗിച്ചേക്കുന്നതായിട്ട് കാണാം. 16, 17 വാക്യങ്ങൾക്കകത്തേക്ക് വരുമ്പോൾ ഞാൻ അതിന്റെ വിശദീകരണം പറയാം. നോക്കൂ, അങ്ങനെ കർത്താവിന്റെ വരവിങ്കൽ മരിച്ചുപോയവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കത്തക്കവണ്ണം വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഇത് എഴുതി താഴോട്ട് പോകുന്നത്. കാരണം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിയാതിരിക്കരുത് എന്ന് പറയാനായിട്ടുള്ള കാരണം എന്നാണെന്നറിയാമോ? അന്ന് വരെ മരിച്ചവർ ഉയർപ്പിനെ പറ്റി പഴയ നിയമത്തിൽ അവരെ വിശ്വാസം ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് തിരുവെഴുത്തിനകത്ത് നിശ്ചയമായിട്ട് കാണാവുന്ന കാര്യമാണ്. എന്നാൽ അവരാദ്യം രൂപാന്തരപ്പെടും. ആ നിലയിലുള്ള ദൈവവചനത്തിന്റെ വെളിപ്പാട് ഈ ലേഖനം എഴുതുന്നിടം വരെയും വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യത്തിനകത്ത് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അങ്ങനെ അന്ന് വരെയും വെളിപ്പെടാതിരുന്ന ഒരു മർമ്മത്തെ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 51-ൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് അപ്പോസ്തലൻ നൽകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഈ റാപ്ചർ എന്ന വാക്കിന്റെ അർത്ഥം കോട്ടപ്പ് എന്നാണ്. കോട്ടപ്പ്, സ്നാച്ചിങ് അവേ, സ്നാച്ചപ്പ്, ക്യാരി ഓഫ് ബൈ ഫോഴ്സ്, ശക്തി ഉപയോഗിച്ച്, ഫോഴ്സ് ഉപയോഗിച്ച് എടുത്തുകൊണ്ട് പോവുക. ഇത് പുതിയ നിയമത്തിൽ അനേക സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പിന്നാലെ അതിന്റെ റെഫറൻസ് ഒക്കെ നിങ്ങൾക്ക് നൽകാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ ആ റാപ്ചർ എന്നൊരു പദം ഇല്ല എന്നത്, അല്ലെങ്കിൽ അങ്ങനെ എക്സാക്ട്ലി ഒറിജിനൽ ലാംഗ്വേജിൽ റാപ്ചർ എന്നല്ല ഉപയോഗിച്ചേക്കുന്നത്. ഹർപ്പാസോ, റാപ്പിയോ എന്ന പദത്തിന് പകരം ഹർപ്പാസോ എന്ന പദമാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിന്റെ അർത്ഥം സെയിം ആണ്. എടുത്തുകൊണ്ട് പോവുക, പിടിച്ചുകൊണ്ട് പോവുക, പിടിച്ച് പറിച്ചെടുക്കുക. അത് ജോൺ 10-നകത്തൊക്കെ അതേ പദം, ആ വാക്കുകൾ തന്നെ ഉപയോഗിച്ച് നമ്മുടെ മലയാളം ട്രാൻസ്ലേഷനിൽ തർജ്ജമ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ആ നിലയിലുള്ള പദങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ ഒരു ചോദ്യം തെസലോനിക്ക സഭ ചോദിക്കുന്നു. കാരണം അവർക്ക് അന്ന് വരെ അതിനെപ്പറ്റി വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നില്ല. ആ ചോദ്യത്തിന്, മരിച്ചവരുടെ ഉയർപ്പ്, ദൈവസഭയുടെ എടുത്തുകൊള്ളപ്പെടൽ, ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരം, കർത്താവിന്റെ വരവിൽ നടക്കുന്ന ഇവന്റിന്റെ ആ പ്രോഗ്രാമിന്റെ പ്ലാന്, ഇതെല്ലാം വളരെ മനോഹരമായിട്ട് ഈ ചില വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലൻ എഴുതി നമുക്ക് നൽകിയേക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉയർത്തെഴുന്നേൽപ്പ്, പോള് പറയുക, മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പ് പറയാനായിട്ട് 3 പില്ലേഴ്സിനെ കൊടുന്നേക്കാണ്. 3 പില്ലേഴ്സ് എന്ന് പറഞ്ഞാല് ഈ 3 സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവസഭ എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ തിമോത്തിയോസിന്റെ ലേഖനത്തിനകത്ത്. സത്യത്തിന്റെ തൂണ് എന്ന് പറഞ്ഞാൽ സത്യത്തെ ഉയർത്തി കാണിക്കേണ്ട തൂണും അടിസ്ഥാനവുമാണ് ദൈവസഭ എന്നാണ് വാക്യത്തിന്റെ അർത്ഥം. അതിനെയൊക്കെ മിസ്ഇന്റർപ്രറ്റ് ചെയ്ത മറ്റ് സമുദായ അധ്യാപകരൊക്കെ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ പലരും കേട്ടിട്ട് വളരെ വളരെ പ്രാധാന്യതയോടെ അവർ കണ്ട് വ്യാഖ്യാനിക്കുന്ന ഒരു വാക്യമാണ്. എന്നാൽ ആ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമായ ദൈവസഭ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഏതൊരുവനും വ്യാഖ്യാനിച്ചാൽ മനസ്സിലാകുന്നത് പോലെ ഇവിടെയും 3 അടിസ്ഥാനങ്ങളെ പറഞ്ഞിട്ടാണ് ഉയർപ്പിന്റെ സത്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാല്, 3 തൂണുകളിന്മേൽ ആണ് ഈ ഉയർപ്പിന്റെ സത്യത്തെ ഉയർത്തിപ്പിടിച്ച് അപ്പോസ്തലൻ അവതരിപ്പിച്ചേക്കുന്നത്. 3 ഫൗണ്ടേഷൻ നമുക്ക് ഉയർപ്പ് പറയാനായിട്ട് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ഞാനത് പറഞ്ഞു വരുമ്പോ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. 3 ഫൗണ്ടേഷൻ അല്ലെങ്കിൽ 3 പില്ലേഴ്സ് ഓൺ വിച്ച് ദ ട്രൂത്ത് ഓഫ് റാപ്ചർ. ഈ ഉൽപ്രാവണം, ആ പദം നമുക്ക് പരിചയമാണ്. ഉൽപ്രാവണം, ഞാൻ ആ പദം എടുത്തുകൊള്ളപ്പെടുക എന്നാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഉൽപ്രാവണം പറയാനായിട്ട് 3 അടിസ്ഥാനങ്ങളെ അല്ലെങ്കിൽ 3 പില്ലേഴ്സിനെ, 3 തൂണിനെ ഇവിടെ അതിന്റെ ഉറപ്പ് നൽകാനായിട്ട്, അതിന്റെ ആ ഫൗണ്ടേഷൻ എങ്ങനെയാണെന്ന് പറയാനായിട്ട് 3 പില്ലേഴ്സ് നമുക്ക് ഈ വാക്യത്തിനകത്ത് കാണാം. 1, യേശു മരിച്ചു. 2, ഉയർത്തെഴുന്നേറ്റ്. 3, കർത്താവിന്റെ വചനത്താൽ. ഇങ്ങനെ 3 പ്രയോഗം. ഇതിന്റെ എക്സ്പ്ലനേഷനിലൂടെയാണ് ഉയർപ്പിന്റെ വിശദീകരണം അല്ലെങ്കിൽ
റാപ്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പോസ്തലൻ നൽകുന്നത്. നിങ്ങൾ ആ വാക്ക് കണ്ടോ? യേശു മരിക്കുകയും 14-ാമത്തെ വാക്യം ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കണ്ടോ, നിദ്ര കൊണ്ടവരെ പറ്റിയാണ് അവരുടെ കൺസേൺ. പക്ഷേ ആ നിദ്ര കൊണ്ടവരെ അവനോടുകൂടെ വരുത്തുമെന്ന് പറയാനായിട്ട് 14-ാം വാക്യത്തിനകത്ത് 2 തൂണുകൾ അപ്പോസ്തലൻ ഉപയോഗിച്ചു. ഒന്ന്, യേശു മരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിദ്ര കൊണ്ടവർ ഉയർപ്പിരിക്കുന്നത്. 2, യേശു ഉയർത്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിദ്ര കൊണ്ടവർ ഉയർപ്പ് ഇരിക്കുന്നത്. ക്ലിയർ ആയോ? അത് അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞാല് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശു മരിച്ചു. റാപ്ചർ ഈസ് ബേസ്ഡ് ഓൺ ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. Rapture is based on the resurrection of Christ. Rapture is based on the inspired revelation of Christ. ഇങ്ങനെ 3 കാര്യം 14-15 വാക്യത്തിനകത്ത് ആ പില്ലറിന്റെ മേളിലാണ് റാപ്ചർ എന്ന ആ സത്യത്തെ അപ്പോസ്തലൻ ഉയർത്തിക്കാട്ടുന്നത്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ എല്ലാം എടുത്ത് പറയാനായിട്ട് എനിക്ക് സമയമില്ല. എങ്കിലും ഞാൻ ഇങ്ങനെ പറയാം. യേശു മരിച്ചത് കൊണ്ട് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് യേശു മരിച്ചു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട ഒരുവൻ ഒരിക്കലും പിന്നെ മരണത്തിലേക്ക് പോകുന്നില്ല. കാരണം അവർ ആ രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരുവൻ എന്നേക്കുമായിട്ട് മരിച്ചു. അതാണ് യേശു മരിച്ചു. മറ്റു നിലയിൽ പറഞ്ഞാല് യേശുവിന്റെ മരണം എന്റെ മരണത്തെ ഉറക്കമാക്കി തീർത്തു. അല്പം കൂടെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ മരിക്കുകയല്ല. ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ആത്മാവ് പോകുമ്പോൾ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്ലീപ്പാണ്, തൽക്കാലത്തേക്ക് എഴുന്നേറ്റ് വരാനായിട്ടുള്ള ഉറക്കമാണ്. എന്നാൽ അത് നമ്മൾ കർത്താവിൽ നിന്ന് വേർപെട്ട് പോകുന്നില്ല. യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. അതിലേക്ക് സമയമുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ മറ്റൊരു എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് എന്നുള്ള ആ റോമാലേഖനം 6-ാം അധ്യായത്തെ അധികരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ട്. എങ്കിലും ആ ഒരു പദം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. കർത്താവ് മരിച്ചു. കർത്താവിന്റെ മരണം എങ്ങനെയായിരുന്നു? എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താ എന്ന് യേശു കർത്താവ് നിലവിളിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ലിറ്ററലി മരണത്തിന്റെ ഭീതി എന്താണ്, ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വളരെ കൃത്യമായി അനുഭവശത്തിലൂടെ അനുഭവിച്ചു മരിച്ച കർത്താവിന്റെ മരണത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ മരണം പിന്നീട് ദൈവത്തിൽ നിന്ന് വേർപെടുകയല്ല. അതുകൊണ്ടാണ് മരണത്തിന് പോലും നമ്മളെ അവനിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് അപ്പോസ്തലൻ റോമാലേഖനം 8-ാം അധ്യായത്തിൽ അവസാന വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സമയമുണ്ട്, ഞാനത് പിന്നാലെ എടുത്ത് നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. നോക്കൂ, യേശു മരിച്ചെന്ന് പറഞ്ഞാൽ കർത്താവ് എന്നേക്കുമായിട്ട് മരിച്ചു. തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ചത് കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് മരണമില്ല, ദൈവത്തിൽ നിന്ന് വേർപാടില്ല. നമ്മുടെ മരണത്തെ ഉറക്കമാക്കിയാണ് തിരുവെഴുത്ത് പറഞ്ഞേക്കുന്നത്. എന്നാൽ യേശുവിന്റെ മരണം ഉറക്കമല്ല, അത് മരണമാണ്. പിതാവിൽ നിന്ന് വേർപെട്ടു പോവുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു മരിക്കുകയും യേശുവിന്റെ മരണം നമ്മുടെ മരണത്തെ നിദ്രയാക്കി എന്നാണ് ആ ഒരു ആശയത്തിലൂടെ, അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷനിലൂടെ, ആ ഒരു പില്ലറിന്റെ മുകളിൽ റാപ്ചർ എന്ന ദൈവശാസ്ത്രത്തെ, ആ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തുകൊള്ളപ്പെടൽ എന്ന ദൈവസഭയുടെ ഭാവിയെ വെക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ മരിക്കുന്നില്ല. നിദ്ര കൊണ്ടവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം നിദ്ര കൊണ്ടവർ എന്നേക്കുമായിട്ട് മരിച്ചു പോയിട്ടില്ല. അവർ ക്രിസ്തുവിലാണ് ജനിച്ചതെങ്കിൽ, ക്രിസ്തുവിലാണ് ജീവിച്ചതെങ്കിൽ അവർ ക്രിസ്തുവിലാണ് മരിക്കുന്നത്. മരണത്തിനും അവരെ കർത്താവിൽ നിന്ന് വേർപിരിക്കാനായിട്ട് കഴിയില്ല എന്നാണ് ആ ഒരു പില്ലറിലൂടെ അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ടല്ലേ
കൊരിന്ത്യർക്ക് 1 15 അധ്യായത്തിനകത്ത് ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞാൽ ഇനിയും മരണത്തിന്റെ വിഷമുള്ളില്ല. മരണത്തിന്റെ ആ ആ ഒരു ഒരു എന്താ പറയാ, അതിന് നമ്മളെ പിടിച്ചടക്കാനായിട്ട് കഴിയില്ല. കാരണം പുത്രന്റെ മരണം എൻ്റെ മരണത്തെ നിദ്രയാക്കി തീർത്തു. എൻ്റെ ശാരീരിക മരണത്തില് ഒരിക്കലും പുത്രനിൽ നിന്ന് ഞാൻ വേർപെടുന്നില്ല എന്ന് പറയാനായിട്ട് അപ്പോസ്തലൻ കൊണ്ടുവരികയാണ്. യേശു മരിക്കുകയും, രണ്ടാമത്തെ നോക്കിയേ, റാപ്ചർ ഈസ് ബേസ്ഡ് ഓൺ ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. യേശു മരിച്ചെന്ന് മാത്രമല്ല, യേശു ഉയർക്കുകയും ചെയ്തു. അങ്ങനെങ്കിൽ നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു മരിച്ചെങ്കിൽ നമ്മളും അവനോടുകൂടെ മരിച്ചു. ആ മരണം നമ്മുടെ ഉറക്കമായി, അല്ലെങ്കിൽ നമ്മുടെ മരണത്തെ മാറ്റി നമ്മുടെ യേശു ഉയർത്തെങ്കിൽ നമ്മളെയും അവനോടുകൂടെ ഉയർപ്പിച്ചു. അതാണ് വാസ്തവത്തിൽ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇതല്ലേ 1 Corinthians 15:21 വായിക്കുന്നില്ല, ഓരോരുത്തരും താന്താന്റെ നിലയിൽ അത്ര ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. ആ ഓർഡർ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നോക്കൂ, ഇവിടെ മരിക്കുന്നത് ശരീരം, ഉറങ്ങുന്നത് ശരീരം മാത്രമാണ് കേട്ടോ. സോൾ സ്ലീപ്പിംഗ് ഒക്കെ ജെഹോവ വിറ്റ്നസസിനെ പോലെയുള്ള കൾട്ടുകളുടെ പഠിപ്പിക്കലാണ്. അങ്ങനെ വിട്ടുപിരിഞ്ഞ കർത്താവിൻ്റെ കൂടെ നമ്മുടെ സോൾ ആക്റ്റീവ് ആണെന്നാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. 17-ാം സങ്കീർത്തനത്തിനകത്ത് ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അത് വാസ്തവത്തിൽ ലിറ്ററലായിട്ട് അത് വ്യാഖ്യാനിക്കേണ്ടത് സങ്കീർത്തനക്കാരൻ രാവിലെ ഉറങ്ങി ഉണരുന്ന കാര്യമാണ് വാസ്തവത്തിൽ ആ സങ്കീർത്തനത്തിന്റെ പ്രധാന അർത്ഥം എന്ന കാര്യവും നമ്മൾ മറന്നു പോകരുത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ദ ട്രൂത്ത് ഓഫ് ദ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ഇവിടാണ് ഇരിക്കുന്നത്. ഒരുവൻ കർത്താവിൽ വിശ്വസിക്കുന്ന സമയം മുതൽ പിന്നെ അവൻ ക്രിസ്തുവിലാകുകയാണ്. ഞാൻ ജീവിക്കുകയും ചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കർത്താവിലാണ്. ഞാൻ മരിക്കുന്നതും കർത്താവിലാണ്. ഞാൻ ഉയർക്കുന്നതും കർത്താവിലാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ജീവനോ മരണത്തിനോ ഇപ്പോഴുള്ളതിനോ യാതൊന്നിനോ ഒന്നിനും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാനായിട്ട് കഴിയത്തില്ല. യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ദൈവമക്കളെ, എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. റോമാലേഖനം 6-ാം അധ്യായത്തിനകത്ത് നമ്മളെ സ്നാനത്തിന് വേണ്ടിയാണ് ആ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റോമാലേഖനം 6-ാം അധ്യായം സ്നാനത്തിന്റെ വിശദീകരണം അല്ല. അവിടെ അതിനൊരു ഡെപ്പിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിലും സ്നാനമല്ല. അവിടെ വെള്ളത്തെ H2 അവിടെ ഇല്ല, അവിടെ വെള്ളമില്ല. അത് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ആണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് റോമാലേഖനം 6-ാം അധ്യായം പ്രത്യേകിച്ച് 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നോക്കൂ, അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, പിരിയാബന്ധമാണിത് യുഗകാലം വരെയും. അത് ആ പാട്ടൊക്കെ എഴുതിയ വിശുദ്ധന്മാർക്ക് വേദപുസ്തകത്തെ പറ്റി വളരെ വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ, കാര്യം തീരുന്നില്ല, യൂണിയൻ ഓൾവേസ് ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയാനായിട്ടുള്ള കാര്യം. മനസ്സിലാവുന്നോ? എപ്പോഴും മരിച്ചു, അവനോടുകൂടെ ഉയർത്തു. ആ വിഷയം വിശദീകരിച്ച് താഴോട്ട് വരികയാണ്. ഇതിന് 2 Corinthians 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞാൻ അറിയുന്നു. കണ്ടോ, കർത്താവിനെ ഉയർപ്പിച്ചവൻ കർത്താവിനോടുകൂടെ ഞങ്ങളെ ഉയർപ്പിച്ച് അന്ന് അവിടെ നിർത്തും. അതിന്റെ അർത്ഥം എന്താ? ഇത് തന്നെയാണ്. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, രക്ഷിക്കപ്പെട്ട എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ നമ്മൾ രക്ഷയിലേക്ക് വന്ന് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായത്. അങ്ങനെ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അതേ കാര്യമാണ് 1 Corinthians 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിച്ചത്. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് അപ്പോസ്തലൻ പറയാനായിട്ടുള്ള കാര്യം. മനസ്സിലാവുന്നു? ആ റാപ്ചർ എന്ന ആ ഇവന്റ് എടുത്തുകൊള്ളപ്പെടുക, പിടിച്ചുകൊണ്ടു പോകുക, ബലം പ്രയോഗിച്ചെടുത്തുകൊണ്ട് പോകുക എന്ന നമ്മുടെ ആ ഭാവി പ്രത്യാശയെ നമ്മൾ പറയാനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ പദങ്ങളെയും അതിന്റെ വിശദീകരണം നൽകാനായിട്ട് 2 തൂണുകൾ
തൂണുകൾ പോൾ പറഞ്ഞു. യേശുവിന്റെ മരണം എന്റെ മരണത്തെ ഉറക്കമാക്കി മാറ്റി. യേശുവിന്റെ ഉയർപ്പ് എന്നെ അവനോടുകൂടെ ഉയർപ്പിച്ചു, ഇനി ഉയർപ്പിക്കും. യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, 2 പില്ലേഴ്സ്. ഇതേ കാര്യമാണ് കർത്താവ് യോഹന്നാൻ 14 പറയുന്നത്. ഞാൻ പോയാൽ നിങ്ങളെയും വന്ന് ചേർത്ത് കൊള്ളേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും. കണ്ടോ, കാര്യം പിരിയുന്നില്ല. ആ ബന്ധം പറയാനായിട്ട് മനസ്സിലാവുന്നു. നിദ്ര കൊണ്ടവരെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, യേശു മരിച്ചെന്ന് ഉയർത്തെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഓർത്തോണം, യേശുവിൽ മരിച്ചവരെ അവനോടുകൂടെ വരുത്തും. കാര്യം നമ്മൾ ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ഉയർക്കുന്നതും ക്രിസ്തുവിലാകയാൽ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന്റെ വിശദീകരണമാണ് റോമാലേഖനം 6-ാം അധ്യായം 3 മുതൽ താഴോട്ട് വായിക്കുന്നത്. യേശുവിൽ മരിച്ചവർ ഉയർക്കും. ക്ലിയർ ആകുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ. അത്രയും വേണമെങ്കിൽ പിന്നാലെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ വിശദമായിട്ട് അതിന്റെ വിവരണം പറഞ്ഞു തരാം. യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. 15-ാമത്തെ വാക്യം, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. വീണ്ടും 3-ാമത്തെ പില്ലർ സ്ഥാപിച്ച് ഉയർപ്പ് കോട്ടപ്പ് ചെയ്യുന്ന, എടുത്തുകൊള്ളപ്പെടുന്ന, മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ആ കാര്യത്തെ ഉറപ്പിക്കാനായിട്ട് 3-ാമത്തെ പില്ലർ, ആ ഫൗണ്ടേഷന്റെ മേൽ അപ്പോസ്തലൻ വെക്കുകയാണ്. ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാൻ 14-നകത്തോ ലൂക്കോസ് 21-നകത്തോ മാർക്ക് 13-നകത്തോ മാത്യു 24-നകത്തോ പറഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം. കാര്യം ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം എഴുതുമ്പോൾ വരെ ഇങ്ങനൊരു കാര്യത്തിന്റെ വിശദീകരണം മിസ്റ്ററി ആയിരുന്നു. വിശുദ്ധന്മാർ ഉയർക്കും എന്ന കാര്യം അറിയാമെങ്കിലും അതിന്റെ വിശദീകരണം പലതും മിസ്റ്ററി ആയിരുന്നു. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? പഴയ നിയമത്തിൽ മറഞ്ഞിരുന്നതും പിന്നീട് പുതിയ നിയമ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടതുമായ കാര്യങ്ങളെയാണ് പ്രധാനമായിട്ടും ന്യൂ ടെസ്റ്റ്മെന്റിൽ മിസ്റ്ററി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറഞ്ഞിരുന്നത് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതുമായ കാര്യങ്ങൾ. അങ്ങനെങ്കിൽ യേശു അത് പറഞ്ഞിരുന്നു എങ്കിൽ അത് മിസ്റ്ററി ആകുമായിരുന്നില്ല, അത് വെളിപ്പെട്ട സത്യമാകുമായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിന്നീട് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം തന്റെ ആത്മാവിനെ അയച്ച ഇൻസ്പയർഡ് എപ്പിസൽ അപ്പോസ്തലന്മാർക്ക് നൽകിയപ്പോഴാണ് ഈ മർമ്മം വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞാൽ, യോഹന്നാൻ 14-ലോ മറ്റ് വേദഭാഗങ്ങളിൽ ഇങ്ങനെ കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് തപ്പി നോക്കേണ്ട കാര്യമില്ല. അവിടെ ഇല്ല ഇത് കാര്യം. ഇത് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിനകത്ത് മർമ്മമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുവരെയും കർത്താവ് അത് വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, 3 കാര്യം ഉയർപ്പ് സാധിക്കുമെന്നതിന് യേശു മരിച്ചു, യേശു ഉയർത്തു, കർത്താവിന്റെ വചനത്താലുള്ള ആലോചനയും ഉള്ളത് കൊണ്ട് നിദ്ര കൊള്ളുന്നവരെ പറ്റി നിങ്ങൾ അറിയണ്ട, ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരത്തെ പറ്റിയും നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് എന്ന് പറഞ്ഞ് തെസ്സലോനിക്ക സഭ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ക്ലിയർ ആയിട്ട് അപ്പോസ്തലൻ നൽകുകയാണ്. ഒന്നാമത്തേത് ഫൗണ്ടേഷൻ ഓഫ് ദ റാപ്ചർ. ഈ 3 പില്ലേഴ്സിന്റെ മേൽ ഈ ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിലയിൽ വളരെ പ്രാക്ടിക്കലായി രക്ഷിക്കപ്പെട്ട ഏതൊരുവനും ഗ്രഹിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് എഴുതി ഈ വാക്യങ്ങളിൽ നമുക്ക് നൽകിയിരിക്കുകയാണ്. ക്ലിയർ? 13, 14, 15, 16-ാമത്തെ വാക്യം നമുക്ക് ഈ 16-ാമത്തെ വാക്യം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഈ സംഭവം, അതിന്റെ വിധം, ഒന്ന് ഫൗണ്ടേഷൻ ആണെങ്കിൽ, രണ്ടാമത്തേത് ആ സംഭവത്തിന്റെ വിധം എങ്ങനാണ് എന്ന് പറയുകയാണ്. ആ സംഭവത്തിന്റെ വിധം എങ്ങനാണ് എന്ന് പറയുകയാണ്. 15-ാമത്തെ വാക്യത്തിനകത്ത് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോകാം. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. കാര്യം ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും എന്നുള്ളത് മിസ്റ്ററി ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അങ്ങനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം 3 ഫൗണ്ടേഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷന്റെ മേൽ 3 പില്ലേഴ്സിലാണ് ഈ ഡോക്ട്രിന്റെ വിശദീകരണം നമുക്ക് പറഞ്ഞു നൽകുന്നത്. ഒന്ന് ഫൗണ്ടേഷൻ ഓഫ് ദ റാപ്ചർ ആണെങ്കിൽ, രണ്ടാമത്തേത് പാർട്ടിസിപ്പൻസ് ഓഫ് ദ റാപ്ചർ.
റാപ്ചർ. ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ്? വളരെ ക്ലിയർ ആണ്. മരിച്ചവർ ഉയർക്കും, ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ സകല രക്ഷിക്കപ്പെട്ട വിശുദ്ധിയിൽ ജീവിക്കുന്ന സകല ദൈവമക്കളും ഈ ഉൽപ്രാവണത്തിന്റെ ആ ഇവന്റിലെ പാർട്ടിസിപ്പൻസ് ആണ് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. വാസ്തവത്തില് അതിന്റെ 15-ാമത്തെ വാക്യം ഇത് രണ്ടും ഒരു സിംഗിൾ ഇവന്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഈ 15-ാമത്തെ വാക്യം ആയപ്പോൾ തന്നെ ഇവരുടെ ചോദ്യത്തിന് ഉത്തരവായി. മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവർ അപ്പോൾ തന്നെ രൂപാന്തരപ്പെടുമെന്നുള്ളത് ഇവരുടെ ചോദ്യത്തിന് വാസ്തവത്തിൽ ഉത്തരമായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഒത്തിരി ഈ ഒരു ഡോക്ടറിൻ പറയുമ്പം പലവിധമായ കാര്യത്തിലേക്ക് എനിക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു എസ്കറ്റോളജിക്കൽ വ്യൂവിൽ നിന്നുകൊണ്ടാണ് പ്രീ ട്രിബുലേഷൻ ആണ്, മിഡ് ട്രിബുലേഷൻ ആണ്, പോസ്റ്റ് ട്രിബുലേഷൻ ആണോ, അതോ അമില്ലേനിയം ആണോ, പോസ്റ്റ് മില്ലേനിയം ആണോ, പ്രീ മില്ലേനിയം ആണോ, ഇങ്ങനെ നിരവധി തിയോളജിക്കൽ തോട്ട് ഈ എസ്കറ്റോളജിക്കൽ ഇവന്റ്സിനെ സംബന്ധിച്ചുണ്ട്. പൊതുവെ നമ്മുടെ സഭകൾ ഹോൾഡ് ചെയ്യുന്ന വ്യൂ ഇതായതുകൊണ്ട് ഞാനും ആ ഒരു വ്യൂ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗം വായിക്കുമ്പോൾ ഇവരെ ജഡ്ജ്മെന്റ് ഇല്ല, ഇവിടെ സഭയുടെ എടുക്കപ്പെടൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് ശേഷം നടക്കുന്ന മറ്റൊരു ഇവന്റാണ് വിശുദ്ധന്മാരുമായിട്ട് വന്ന് ഭൂമിയെ ന്യായം വിധിച്ച് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പോകുന്നത്. ഈ 1000 ആണ്ട് വാഴ്ച അതും അമില്ലേനിയം എന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി റിഫോംഡ് തിയോളജിയൻസും അതുപോലെ ഇവാഞ്ചലിക്കൽ സ്കോളേഴ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ലിറ്ററലായിട്ട് 1000 years ഇല്ല. നമുക്ക് അതൊക്കെ അത്ര വ്യക്തമായിട്ട് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം വെളിപ്പാട് പ്രൊഫറ്റിക്കൽ ബുക്കിനകത്ത് ലാംഗ്വേജ് എന്നുള്ളത് മെറ്റഫോറിക്കൽ ലാംഗ്വേജ് ആയതുകൊണ്ട് ആ 1000 എന്നുള്ളത് അക്ഷരികമായിട്ട് എടുക്കാമോ, ഇങ്ങനെ പലവിധമായ പഠിപ്പിക്കലുണ്ട്. പക്ഷേ അതെല്ലാം ഇവിടെ ഈ ഒരു ഇവന്റുമായിട്ട് മാറ്റി ചിന്തിക്കുന്നതാണ് ഉചിതം എന്നാണ് എൻ്റെ പഠനത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. ഇതെല്ലാം അതിന് മുമ്പേ നടക്കുന്ന കാര്യങ്ങളാണ്. മരിച്ചവർ വിശുദ്ധന്മാർ ഉയർക്കുന്നു, പിന്നെ ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടുന്ന പാർട്ടിസിപ്പൻസ് ആയിട്ട് നമ്മൾ മുകളിലോട്ട് പോകുന്നു. അത് മാത്രമല്ല, ഇതിനകത്ത് ജഡ്ജ്മെന്റിനെ പറ്റി നമ്മൾ ഒന്നും കാണുന്നില്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമായിട്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ടാണ്? സൈൻലെസ് ഇവന്റ് ആണ്, പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നുമില്ല. മറ്റ് മാത്യു 24-നകത്തെയും അതുപോലെ തന്നെ ലൂക്കോസ് 21-നകത്തെയും മാർക്ക് 13-നകത്തെയും സംഭവങ്ങൾക്കൊക്കെ പലവിധമായ സൈൻസ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സംഭവങ്ങൾ, കർത്താവ് തൻ്റെ സഭയെ ചേർക്കാനായിട്ട് വരുന്ന ഈ സംഭവം പറയുമ്പോൾ പ്രത്യേകം അടയാളങ്ങളൊന്നും കാണുന്നില്ല എന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് എപ്പിസോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാ ലേഖനങ്ങളും വായിക്കുമ്പോൾ തന്നെ, ഓൾമോസ്റ്റ് എല്ലാ ലേഖനങ്ങളും വായിക്കുമ്പോൾ തന്നെ കർത്താവ് പെട്ടെന്ന് വരുന്നു. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വരുന്നതായിട്ട് പ്രതീക്ഷിച്ച് ഒരുക്കത്തോടെ കാത്തിരുന്ന ആളുകളെയും കാത്തിരിക്കാനായിട്ടുള്ള പ്രബോധനവും നിരവധി വാക്യങ്ങളിൽ ലഭ്യമാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാല്, ഏർലി ചർച്ച് കർത്താവ് അവരുടെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് തന്നെ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നവരാണ്. അങ്ങനെ കാത്തിരുന്നോണ്ടാണല്ലോ മരണം സംഭവിച്ചപ്പോൾ തെസ്സലോനിക്ക സഭയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ ഉണ്ടായത്. അത് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്, ഒരു വലിയ ഇവന്റ് ഒക്കെ സംഭവിച്ച് കർത്താവ് വരും എന്നുള്ള അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നില്ല. ഏത് സമയവും കർത്താവ് വരും, അതുകൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം എന്ന പഠിപ്പിക്കലായിരുന്നു ഏർലി 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ഉണ്ടായിരുന്നത്. ഇനി 3-4 നൂറ്റാണ്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് അവർ പഠിപ്പിച്ചത്. 1000 ആണ്ട് വാഴ്ചയെ പറ്റിയൊക്കെ പിന്നീട് അമ്മില്ലേനിയം ഒക്കെ വരുന്നതിന് മുമ്പ് റോമൻ കാത്തോലിസിസമാണ് അമ്മില്ലേനിയം എന്ന വ്യൂ ഒക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അത് പിന്നീട് ഇന്ന് റിഫോംഡ് ഇവാഞ്ചലിക്കൽ സ്കോളേഴ്സ് ഒക്കെ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് ആളുകൾ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ പെർസ്പെക്റ്റീവ് അതല്ല കേട്ടോ, ഞാൻ അറിയാവുന്നതുകൊണ്ട് ആ കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ലോക്കൽ സഭയിലും അങ്ങനെയുള്ള ആരും തന്നെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നോക്കിക്കേ, ഇവിടെ ഏർലി സഭ അപ്പോൾ തന്നെ കർത്താവ് വരും എന്ന് വിശ്വസിച്ച് ജീവിച്ചവരാണ്. അതുകൊണ്ടാണ്
1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിന്റെ അവസാന വേദഭാഗത്തിനകത്ത് ക്രൈ ഓഫ് അപ്പോസ്റ്റൽ പോൾസ് ഹാർട്ട്, തന്റെ ഹൃദയത്തിന്റെ ഒരു കരച്ചിലുണ്ട്. കം ലോർഡ് ജീസസ് എന്ന് പറഞ്ഞാൽ കർത്താവേ വരേണമേ, കർത്താവേ വരേണമേ. യോഹന്നാൻ പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, ആമേൻ കർത്താവേ വരേണമേ, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് യേശു കർത്താവ് യോഹന്നാനോട് പറഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാർ പറയാറുണ്ട്, യോഹന്നാൻ വേഗം എന്ന വാക്ക് മാറ്റിയിട്ട് കർത്താവേ വരണമേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് നമ്മളും വേഗം എന്ന പദം പറയരുതെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനല്ല അതിന്റെ അർത്ഥം. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് യേശു പറഞ്ഞപ്പോ യോഹന്നാൻ ആമേൻ കർത്താവേ വരണമേ എന്ന് പറഞ്ഞാൽ, ആമേൻ എന്ന ആ പദത്തിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വേഗം വരണമേ കർത്താവേ എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. ആമേൻ പറഞ്ഞതിന് ശേഷം വീണ്ടും വേഗം അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടാവും. ആമേൻ കർത്താവേ വരണമേ എന്ന് മുകളിൽ പറഞ്ഞ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മുകളിൽ വേഗം വരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ വരണമേ എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ആ വാക്യങ്ങളിലെ അകത്തു നിന്നൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യം, ഏർലി സഭ ഇമ്മിനന്റ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്ത് അവരുടെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് കർത്താവ് വരും എന്ന് പ്രതീക്ഷിച്ച് ജീവിച്ചവരാണ്. ഇതേ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് അവർ സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ, അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും, ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ കമ്മിങ് ദ അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ്. 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിനകത്തും അതേ ബുക്ക് തന്നെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സകല വിശുദ്ധന്മാരുമായിട്ട് വരുന്ന അതേ 13-ാം വാക്യം കണ്ടോ, ആ ഇമ്മിനന്റ് റിട്ടേൺ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. 5:23 ആ ഇമ്മിനന്റ് റിട്ടേൺ, 1 തെസ്സലോനിയൻസ് 5:23 കർത്താവ് വരുന്ന അവരുടെ കാലഘട്ടത്തിൽ തന്നെ വരുന്ന ആ എക്സ്പെക്ടേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. 6-ാം അധ്യായത്തിൽ 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിനകത്ത് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഈ കൽപ്പന കർത്താവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. അതിന്റെ അർത്ഥം എന്താ? കർത്താവ് ആ കാലഘട്ടത്തിൽ തന്നെ വരുമെന്ന പ്രതീക്ഷയോടെയാണ് അവർ ജീവിച്ചത് എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, ഏത് സമയത്തും കർത്താവ് വരുമെന്ന പ്രതീക്ഷയിലാണ് അവർ ജീവിച്ചതെന്ന് മനസ്സിലാക്കുന്ന വളരെ മനോഹരമായ ഒരു വാക്യമാണ് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഭക്തികളും പ്രപഞ്ചമോഹങ്ങളും നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്, ഈഗർലി വെയിറ്റിംഗ്. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൽ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നമ്മുടെ കർത്താവ് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോസ്തലൻ ഇനിയും പോളിന്റെ എപ്പിസോഡ്സ് മറ്റ് ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പോള് തന്റെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വന്നാൽ പോകാനും തയ്യാറായിരുന്നു, ഇനി മരിച്ച് രൂപാന്തരപ്പെടാനും തയ്യാറായിരുന്നു. രണ്ടിനും തനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. 1 തെസ്സലോനിയൻസ് 5:9 നമുക്ക് അങ്ങനെ കാണാം. ഈ ഫിലിപ്പിയർ ലേഖനം 1:20 നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഇതെല്ലാം കൂടെ നോക്കി വായിച്ചാൽ അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി കർത്താവ് എപ്പോൾ വന്നാലും പോകാൻ തയ്യാറായിരുന്നു എന്നാണ്. അത് മരിക്കാനും താൻ തയ്യാറായിരുന്നു, രൂപാന്തരപ്പെടാനും താൻ തയ്യാറായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് അതിന്റെ ഫൗണ്ടേഷൻ? മനസ്സിലായല്ലോ. കർത്താവ് മരിച്ചു, ഉയർത്തു, ദൈവവചനത്തിന്റെ അരുളപ്പാട്, 3 ഫൗണ്ടേഷൻ. അല്ലെങ്കിൽ 3 ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്താൽ ആ പില്ലേഴ്സ്. രണ്ടാമത്തേത് പാർട്ടിസിപ്പൻസ്. ആരാ? അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഓൾ ക്രിസ്ത്യൻസ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവോടെ വിശുദ്ധിയിലും വേർപാടിലും തനിക്കായി കാത്തു നിൽക്കുന്ന ആ ഒരു വിശുദ്ധ ഗണം, അവരാണ് പാർട്ടിസിപ്പൻസ്. മൂന്നാമത്തേത്, ഇവിടെ ഈ വാക്യങ്ങൾ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവരുടെ ചോദ്യം, ജീവനോടിരിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ പോകാനായിട്ട് കഴിയുകയുള്ളൂ, അതോ
നിദ്ര കൊണ്ടവരുടെ അവസ്ഥ എന്തായിരിക്കും? അന്നേരം ഈ വാക്യത്തിനകത്തൂടെ അപ്പോസ്തലൻ വിശദമാക്കി കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ ബോധ്യം വരുത്തുന്ന കാര്യം, ജീവനോടിരിക്കുന്നവർക്ക് യാതൊരു ശ്രേഷ്ഠതയും ഇല്ല. അവർ രണ്ടു കൂട്ടരും ഉയർത്തെഴുന്നേൽക്കുകയും അല്ലെങ്കിൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെട്ട ശരീരത്തോട് ഉയർത്തെഴുന്നേൽക്കും എന്നാണ് 15-ാം വാക്യത്തിനകത്തൂടെ അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത്. 3 പില്ലേഴ്സ്, പാർട്ടിസിപ്പൻസ്, ഓൾ ക്രിസ്ത്യൻസ്. ഇനിയും 16-ാമത്തെ വാക്യം ഞാൻ അല്പം മുമ്പ് വായിച്ചായിരുന്നു. എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ഫ്യൂണറൽ സർവീസിനും ഒക്കെ കേൾക്കുന്ന, കാണാതെ അറിയാവുന്ന, പലപ്പോഴും നമ്മൾ സഭായോഗത്തിന് പാടുന്ന പാട്ടുകളിൽ ഈ വാക്യങ്ങളുടെ അർത്ഥം അന്തർലീനമായി കിടക്കുന്ന അതിശ്രേഷ്ഠകരമായ ആ കർത്താവിന്റെ വരവിന്റെ ആ സംഭവത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്ന ആ മനോഹരമായ വാക്യം, 16-ാമത്തെ വാക്യം, 1 തെസ്സലോനിയൻസ് 4:16, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. വീണ്ടും ഈ അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. അതിനടിസ്ഥാനമായിട്ട് 3 പില്ലേഴ്സിലാണ് ഈ സത്യം നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു? ക്രിസ്തുവിൽ ഉള്ളവരാണ് അതിന്റെ അവകാശികൾ. ഈ അനുഭവത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ധാരാളമായിട്ട് പ്രവേശിക്കുന്നവർ ഇവരാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ റാപ്ചർ എന്ന് ദൈവസഭകൾ പൊതുവെ വിളിക്കുന്ന ഹർപ്പാസോ, എടുത്തുകൊള്ളപ്പെടുക, കർത്താവിലേക്ക് മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടുക എന്ന ആ ഇവന്റിന്റെ, അല്ലെങ്കിൽ ദ പ്ലാൻ ഓഫ് റാപ്ചർ എന്താണ്, അതിന്റെ എന്താ പറയാ, അതിന്റെ വിധം, അതിന്റെ പദ്ധതി എങ്ങനെയാണ്, ഈ ഇവന്റ് എങ്ങനെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയുകയാണ് 16-ാമത്തെ വാക്യം. ഇവിടെ 1000 ദൂതന്മാരുമായിട്ട് വരുന്നതായിട്ടല്ല വാക്യം. അങ്ങനെ ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? 16-ാം വാക്യത്തിനകത്ത് നമ്മള് മത്തായി 13-ൽ വായിക്കുന്ന പോലെ ദൂതന്മാർ വന്ന് തെരച്ചിൽ നടത്തി കളയായതും മൂല്യമുള്ളതും വേർതിരിക്കുന്ന പോലെ, വലയിൽ എല്ലാ വക മീനും നിറഞ്ഞതിൽ നിന്ന് നല്ലതിനെ വേർതിരിക്കുന്ന പോലെ ചെമ്മരിയാടിനെ കോലാടിനെ, അങ്ങനെ ഒരു സംഭവമില്ല. ഇത് ദൈവസഭയുടെ ആ ഒരു സിംഗിൾ ഇവന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഇത് തമ്മിൽ എത്രമാത്രം ഗ്യാപ്പ് ഉണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് തിയോളജിമാരുടെ ഇടയിലെ വളരെ വളരെ തർക്കം. ഇത് 7 വർഷം മുമ്പാണ് നടക്കുന്നതിന് ശേഷം 3 വർഷത്തെ പീഡനം മാത്രമാണോ ഉള്ളത്, അതോ ഈ സംഭവം നടന്ന അപ്പോൾ തന്നെയാണോ 1000 ആണ്ട് വാഴ്ച, അതോ 1000 ആണ്ട് വാഴ്ചയും അത് ഒരു സ്പിരിച്വൽ കിങ്ഡത്തെ മാത്രം പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ്. ഇതൊക്കെ സംശയമുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്കതൊക്കെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു പക്ഷേ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ടാണെങ്കിലും ഇതൊരു സിംഗിൾ ഇവന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത്. ഇതിനകത്ത് ദൂത സഞ്ചയത്തോടെ അല്ല വരുന്നത്, ഇത് കർത്താവാണ് വരുന്നത്. തൻ്റെ കൂടെ 1 or 2 പ്രധാന ഉള്ളതായിട്ടല്ലാതെ ഈ വാക്യങ്ങൾക്കകത്ത് മറ്റൊന്നും കാണുന്നില്ല. ഇനിയും ഈ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൽ ഡേ ഓഫ് ദ ലോർഡ്, അത് മറ്റൊരു സംഭവത്തെ പറ്റിയാണ് പറയുന്നത് എന്നാണ് എന്റെ പഠനത്തിൽ ഞാൻ ബോധ്യമാക്കിയിട്ടുള്ളത് എന്നോടെ ഓർപ്പിക്കണം. 5-ാം അധ്യായം വരുമ്പോൾ ഡേ ഓഫ് ദ ലോർഡ് എന്ന എപ്പിക്കിനെ പറ്റി, എറായെ പറ്റി ഞാൻ പറയാം. നോക്കൂ, കർത്താവ് താൻ ഗംഭീരനാദം, ദ പ്ലാൻ ഓഫ് റാപ്ചർ, അല്ലെങ്കിൽ അതിന്റെ വിധം, അതിന്റെ പദ്ധതി, അതിന്റെ പ്രോജക്റ്റ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്, എങ്ങനെയാണ് നടപ്പാക്കുന്നത്, 3 കാര്യം ഈ വാക്യത്തിനകത്തുണ്ട്. ഇവിടെ നമ്മള് ആ വാക്ക് കണ്ടോ, സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തു മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും മേഘങ്ങളിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം, ഈ 2 ഗ്രൂപ്പ്, മരിച്ചവരും ജീവനോട് ശേഷിക്കുന്നവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും, ആ മേഘങ്ങളിൽ അവിടെ നമ്മൾ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പോയപ്പോൾ ദൂതന്മാർ നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം കണ്ടുകൊണ്ടിരുന്ന തന്റെ ശിഷ്യന്മാരോട് ദൂതന്മാർ പറയുന്ന ആ വാക്ക്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. എങ്ങനാ സ്വർഗത്തിലേക്ക്? മിഡ് എയറിനെ താണ്ടി സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും മേഘങ്ങളിലേക്ക് ഇറങ്ങി വരും എന്നല്ലേ അതിന്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്.
എന്നല്ലേ അതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവര്? അങ്ങനെ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെയാണ് ഈ സംഭവം ദൈവമക്കളും കർത്താവും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ ഗംഭീരനാദം, കർത്താവ് താൻ ഗംഭീരനാദം, കർത്താവിന്റെ ആ ഷൗട്ട്, ആ ഗംഭീര ഗ്രാൻഡിയർ ഓഫ് ദ ഇവന്റ്, ആ സംഭവത്തിന്റെ അത് നടക്കുന്ന എങ്ങനെയാണ്, ആ ഇവന്റ് എങ്ങനെയാണ് നടക്കുന്നത്? ഒന്ന്, കർത്താവ് താൻ ഗംഭീരനാദം. ആ ഗംഭീരനാദം അതൊരു മിലിറ്ററി ടേമാണ്. എന്ന് പറഞ്ഞാൽ റെഡിയായി ക്യൂവിൽ നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ, ലൈനപ്പ് ചെയ്യുക, തയ്യാറാകുക, അങ്ങനെയൊക്കെ മിലിറ്ററിയിൽ പറയുന്നതിന് പകരം ഗെറ്റ് റെഡി, സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, തയ്യാറാകുക, നേരെ നിൽക്കുക, ലൈനപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരു പദം, അല്ലെങ്കിൽ അവിടെ അതിന് മിലിറ്ററിയിൽ ഉപയോഗിക്കുന്ന ഒരു പദം തന്നെയാണ് ഗംഭീരനാദം എന്നതിന് ഉപയോഗിച്ച്. കർത്താവ് ഗംഭീരനാദം. ഞാൻ ആദ്യം 16-ാം വാക്യം വളരെ വിശദമായിട്ടൊന്ന് ഒരു പഠനത്തിന് വിധേയമാക്കിയാലോ? പിന്നീട് ഞാൻ ചിന്തിച്ചു, നിരവധി സർമൺ എന്താണ് കർത്താവിന്റെ ഗംഭീരനാദം, അതിന്റെ വിശദീകരണം എങ്ങനെയാണ് ശുശ്രൂഷകന്മാർ പറയുന്നത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. പ്രധാന ദൂതന്റെ ശബ്ദം എന്താണെന്നും ദൈവത്തിന്റെ കാഹളം എന്താണെന്നും ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് അധികം എക്സ്പ്ലനേഷന് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നോക്കൂ, എങ്കിലും ഞാൻ ഒരു ചെറിയ വിശദീകരണം പറയാം. ഗംഭീരനാദത്തിന് മനോഹരമായ ഒരു എക്സാമ്പിൾ പൊതുവെ ശുശ്രൂഷകന്മാർ പറയുന്നത് ലാസറിന്റെ കല്ലറക്കൽ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ ഗംഭീരനാദം. നോക്കൂ, ലാസർ പുറത്തു വന്നു. ഒരു ശുശ്രൂഷകൻ പറഞ്ഞതായിട്ട് മറ്റ് പലരും പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ലാസർ എന്ന പേര് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ മരിച്ച സകലരും ഉയർത്തേനെ എന്നൊരുവൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു തെറ്റും ചിന്തിക്കേണ്ടതില്ല. കാര്യം ജീവനെ നൽകാനും ജീവനെ എടുക്കാനും അധികാരമുള്ളവൻ എന്നല്ലേ നമ്മൾ യോഹന്നാൻ 5-ൽ വായിക്കുന്നത്. ഈ സകലത്തെ ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തിയവന്റെ വാക്കിനാൽ, ഗംഭീരനാദത്താൽ മരിച്ചവർ ഉയർക്കുന്നു. ഗംഭീരനാദം. ഈ പ്രധാന ദൂതന്റെ ശബ്ദം, ഈ പ്രധാന ദൂതൻ ആർക്കേഞ്ചൽ മീഖായേൽ ആകാം. മിഖായേലിനെ പറ്റി നമ്മൾ അങ്ങനെ തിരുവഴുത്തിൽ വായിക്കുന്നുള്ളൂ. ആർക്കേഞ്ചൽ എന്നുള്ളത് യൂദായുടെ ലേഖനം 1-ാം അധ്യായം, ഒരു അധ്യായമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. 1-ാം അധ്യായത്തിനകത്ത് ആ ആർക്കേഞ്ചലിനെ നമുക്ക് കാണാം. ദാനിയേലിന്റെ പ്രവചനത്തിനകത്ത് ഈ ആർക്കേഞ്ചലിനെ നമുക്ക് കാണാം. കർത്താവ് താൻ ഗംഭീരനാദം, ആ ഷൗട്ടോടെ വരുമ്പോ പ്രധാന ദൂതന്റെ ശബ്ദം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ ആ ആർക്കേഞ്ചലുമായിട്ട് വാഴ്ത്തപ്പെട്ട കർത്താവ് വരുന്നു. ദൈവത്തിന്റെ കാഹളം. ഇത് നോക്കട്ടെ, അടുത്ത ആഴ്ചയിൽ വേണമെങ്കിൽ വിശദമാക്കി ഈ 3 ആ സംഭവങ്ങളെ പറ്റി, എന്താണ് ഗംഭീരനാദം, എന്താണ് പ്രധാന ദൂതന്റെ ശബ്ദം, എന്താണ് ദൈവത്തിന്റെ കാഹളം, വേണമെങ്കിൽ പറയാം. പക്ഷെ അത്രയും വിശദമാക്കേണ്ട കാര്യമില്ല. ഈ സംഭവങ്ങൾ അന്ന് അവിടെ നടക്കും. പ്രധാന ദൂതൻ മീഖായേലുമായിട്ടായിരിക്കാം വരുന്നത്, ആർക്കേഞ്ചൽ. അത് മാത്രമേ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ളൂ ഈ പുസ്തകത്തിനകത്ത്. ആർക്കേഞ്ചലുമായിട്ട് വരുന്നു. എന്താണ് സംഭവം? ആർക്കേഞ്ചലുമായിട്ട് വരാനായിട്ടുള്ള കാരണം ഒരുപക്ഷെ അവരുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടിയായിരിക്കാം. ഈ അന്ധകാരത്തിന്റെ പ്രഭു ഒരു കാരണവശാലും ഒരു തടസ്സവും നിൽക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം, നമുക്കറിയില്ല. ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതിയിൽ വരുന്നത് കർത്താവ് തന്നെയാണ്. ഈവന്റിലേക്ക് വരുന്നത് ഇവിടെ 1000 ദൂതന്മാരുമായിട്ട് വരുന്ന കാര്യമേ അല്ല. കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ദൈവത്തിന്റെ കാഹളം എന്ന് പറഞ്ഞാൽ ആ ട്രംപറ്റ് സൗണ്ട്. പഴയ നിയമത്തിൽ ട്രംപറ്റിനെ പറ്റി പല നിലയിലുള്ള ട്രംപറ്റിനെ പറ്റിയും അത് എപ്പോഴൊക്കെയാണ് ബ്ലോ ചെയ്യുന്നത് എന്നും അതിന്റെ പർപ്പസ് എന്താണെന്നും ഒക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എക്സോഡസ് 19-ൽ വായിക്കുന്നത് ട്രംപറ്റ് ഊതുന്നത് ടു കോൾ ദ പീപ്പിൾ ടു മീറ്റ് വിത്ത് ഗോഡ്, ദൈവത്തെ എതിരേൽപ്പാനായിട്ട്
ഉപയോഗിക്കാറുണ്ട്. ജനത്തെ കൂട്ടിവരുത്താനായിട്ട്, പാളയത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിവരുത്താനായിട്ട്, യുദ്ധത്തിന് പുറപ്പെടുവിക്കാനായിട്ട്, ഇങ്ങനെ പല പർപ്പസിന് ട്രംപറ്റ് ഉപയോഗിക്കാറുണ്ട്. എന്നതുപോലെ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം. അവിടെ ആ പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു ദൂതനേ ഉള്ളൂ എന്നാണ്. ആർക്കേഞ്ചൽ ഒറ്റ ദൂതൻ മാത്രമാണുള്ളത്. ദൈവത്തിന്റെ കാഹളം ആ ഒരു പദ്ധതിക്കായിട്ട് തന്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടി വരുത്തേണ്ടതിന് കടലിൽ പോയി, അല്ലെങ്കിൽ മൺമറഞ്ഞവർ, കടലിൽ ജീവൻ വെടിയേണ്ടി വന്നവർ, കരയിൽ ജീവൻ വെടിയേണ്ടി വന്നവർ, ഒരു തുണ്ട് ചാരം പോലും ശേഷിക്കാതെ മണ്ണോട് മണ്ണായി പോയവർ, എല്ലാ വിശുദ്ധന്മാരും ഈ കാഹള ശബ്ദത്തിന്റെ മുന്നിൽ ഒരുമിച്ചുയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെടും എന്നതാണ് ആ കാഹളത്തിന്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉയർക്കുമ്പോൾ പുതിയ നിയമ വിശുദ്ധന്മാർ മാത്രമാണോ ഉയർക്കുന്നതല്ല, പഴയ നിയമ വിശുദ്ധന്മാർ ഉയർക്കും. എന്താണ് തെളിവ്? അവരും നമുക്ക് എബ്രായ ലേഖനത്തിനകത്ത് 6-ാം അധ്യായം, എലിമെന്ററി ടീച്ചിങ്, എബ്രായ ലേഖനം 6-ാം അധ്യായത്തിനകത്ത് ഈ അപ്പോസ്റ്റസിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന കർത്താവിനെ മനസ്സിലാക്കുകയും കർത്താവിനെ അറിയുകയും ഒക്കെ ചെയ്ത് താൽക്കാലികമായി വിശ്വസിച്ച ആളുകൾ പിന്നീട് എന്നേക്കുമായിട്ട് കർത്താവിന്റെ ശ്രേഷ്ഠത മറന്ന് പുറകോട്ട് പോയപ്പോൾ അവരോട് അപ്പോസ്തലൻ പറയുന്ന എഴുത്തുകാരൻ, എബ്രായ ലേഖനത്തിന്റെ റൈറ്റർ ആരാന്ന് ആർക്കും അറിയില്ല. പോൾ ആണോ, തിമോത്തി, ഐ ഡോണ്ട് നോ, ലോകത്തിൽ ആർക്കും അറിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പേഴ്സണലി എബ്രായ ലേഖനം ആർക്കും ആട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആർക്കും അറിയില്ല. ദൈവം ഏതോ ഒരു മനുഷ്യനെ കൊണ്ട് തന്റെ വെളിപ്പാട് എഴുതിച്ച് സാർവത്രിക സഭയ്ക്ക് നൽകി. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ പുസ്തകം ദൈവശ്വാസീയമായ ഗ്രന്ഥമാണെന്ന് സഭ തിരിച്ചറിഞ്ഞ് അത് വിശ്വസിച്ച് ഇത് ഫോളോ ചെയ്തു പോകുന്നു. അതുകൊണ്ട് എഴുത്തുകാരനെ സംബന്ധിച്ച് നമ്മൾ വറിയടിക്കേണ്ട കാര്യമില്ല. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി, കണ്ടോ, ഇത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ ഫെയ്ത്ത് എലിമെന്ററി ടീച്ചിങ്ങിലേക്ക് പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ എഴുത്തുകാരൻ പറയുന്നത് നീതിമാന്മാരുടെ പുനരുത്ഥാനം, മരിച്ചവരുടെ പുനരുത്ഥാനം. നോക്കൂ, പഴയ നിയമ വിശുദ്ധന്മാർക്കും മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ ആ വാക്യത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ഉയർപ്പിനകത്ത് പുതിയ നിയമ വിശുദ്ധന്മാര് മാത്രമല്ല, കർത്താവിന്റെ വരവിനെ മുന്നോട്ട് നോക്കി കണ്ട പഴയ നിയമ വിശുദ്ധന്മാരും ഉണ്ടാകും. ആദാം മുതലുള്ള വിശുദ്ധന്മാർ ഈ വരവിങ്കൽ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പഴയ നിയമ വിശുദ്ധന്മാര് ഉയർപ്പ് വിശ്വസിച്ചിരുന്നു. നമുക്ക് ലഭിച്ചത്രയും വെളിപ്പാട് ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരത്തെ പറ്റി അവർക്ക് ലഭിച്ചിരുന്നില്ല. അത് മിസ്റ്ററി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അയ്യോ, എന്റെ വാക്കുകൾ ഒന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. അവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കൊത്തുവെച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും ഞാൻ അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇങ്ങനെ എന്റെ ത്വക്ക് നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ താഴോട്ട് തന്റെ അനുഭവം പറഞ്ഞു വരികയാണ്. കണ്ടോ, പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അവർക്ക് ഭാഗമായിട്ടുള്ള വെളിപ്പാടുകൾ ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ 16-ാം വാക്യത്തിനകത്ത് കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ സകല വിശുദ്ധന്മാരും ഉയർക്കുകയും അന്ന് ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ചെയ്യും എന്ന് തിരുവെടുത്ത് പറഞ്ഞിട്ട് കർത്താവ് ഇറങ്ങി വരുന്നു, നാം കയറി ചെല്ലുന്നു. അങ്ങനെ നാം അവനോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും, എന്നേക്കും എന്നോട് കൂടെ ഇരിക്കും. അവിടെയാണ് ആ ഫൗണ്ടേഷൻ 3 കാര്യം പറഞ്ഞുറപ്പിക്കുന്നു. ഇതിനകത്ത് ആരൊക്കെയാണ് ഈ സംഭവത്തിൽ ഉൾപ്പെടുന്നത്? എല്ലാ ദൈവമക്കളും ഉണ്ട്. ഈ സംഭവത്തിന്റെ വിധം എങ്ങനെയാണ്? ഗംഭീരനാദം, പ്രധാന ദൂതൻ, ദൈവത്തിന്റെ കാഹളം, സകല വിശുദ്ധന്മാരും ഉയർത്ത് മേഘത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവിടെ ചെല്ലും. അന്ന് ദൂതൻ പറഞ്ഞതുപോലെ, അപ്പോസ്തലർ 1:11 ദൂതന്മാർ പറഞ്ഞതുപോലെ, അവനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും വരുന്നത് കാണും. നമ്മൾ അതിനായിട്ട് ഒരുങ്ങി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതാണ് ക്രിസ്ത്യൻ ഹോപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, നിരവധി കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മരിച്ചവർ ക്രിസ്തുവിലാണ് മരിച്ചത്. യാതൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല, മരണത്തിനും വേർപിരിക്കാൻ കഴിയത്തില്ല. ആ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. നിങ്ങൾ എല്ലാവരും റോമലേഖനം 6-ാം അധ്യായം ശ്രദ്ധിച്ചു വായിച്ചാൽ എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ് പരിശുദ്ധാത്മാവ് തന്റെ ദാസനിലൂടെ നമുക്ക് എഴുതി നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ എന്നേക്കും വിശുദ്ധന്മാരുമായിട്ട് റീയൂണിയൻ വെസ്റ്റ് ഹാം പെന്റക്കോസ്റ്റൽ കോൺഫറൻസിന്റെ സെർമൺ കേട്ടവർക്ക്, എന്റെ സഭയിലെ ദൈവമക്കൾക്ക് പ്രത്യേകം അറിയാം, ഞാൻ ഈ അധ്യായത്തെ മറ്റൊരു നിലയിൽ, ഇതേ അർത്ഥത്തിൽ മറ്റൊരു ഔട്ട്ലൈനിൽ ഞാൻ വിശദമായിട്ട് ഒരു സെർമണിൽ അതിന്റെ പെട്ടെന്ന് മനസ്സിലാകത്തക്കവണ്ണം 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. റീയൂണിയൻ, ദേർ വിൽ ബി എ റീയൂണിയൻ എന്ന ആ ഹെഡിങ്ങിൽ തന്നെ ഞാൻ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഇതാണ് ഹർപ്പാസോ, ഇതാണ് റാപ്ചർ, ഇതാണ് എടുത്തുകൊള്ളപ്പെടുക. റാപ്ചർ എന്ന പദം ഈ അർത്ഥം ഇവിടെ വന്നതുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ആ പദം ഇവിടെ അതുപോലെ പർട്ടിക്കുലർ ആയിട്ടില്ലെങ്കിലും ഹർപ്പാസോ അല്ലെങ്കിൽ എടുത്തുകൊള്ളപ്പെടുക എന്ന പദം വിശദമാക്കാനായിട്ട് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഹർപ്പാസോ എന്ന പദം പുതിയ നിയമത്തിൽ പലയിടത്തുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിനകത്ത് പിടിച്ചു പറിക്കുക ആ ഒരു പദം ഉണ്ടല്ലോ, 10:28-29 എൻ്റെ ഓർമ്മ, അവിടെ ആ പദമുണ്ട്. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതിനെ കാണാതായി, ആ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബലാൽക്കാരെയാണ് ദൈവരാജ്യത്തെ അവകാശമാക്കും, ആ ഹർപ്പാസോ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ 3-ാം സ്വർഗ്ഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടുവെന്ന് 1 Corinthians 13-ാം അധ്യായത്തിൽ പോൾ പറയുന്നിടത്ത് ആ പദം 2 Corinthians സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു എന്നിടത്ത് പോൾ പറയുന്നിടത്ത് ആ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 Corinthians 15:51-52 അതേ മീനിങ് നമുക്ക് കാണാനായിട്ട് കഴിയും. there will be a reunion, എടുത്തുകൊള്ളപ്പെടും, ആർക്കും തടുക്കാൻ പറ്റത്തില്ല. ആ ഫോഴ്സ് ഉപയോഗിച്ച് തന്റെ ആളുകളെ തന്റെ രാജ്യത്തിലേക്ക് പൂർണ്ണമായിട്ടും മാറ്റുന്നു എന്നത് വിശദമാക്കാൻ ആ പദം ഉപയോഗിച്ചു. നോക്കൂ, ഫൗണ്ടേഷൻ, ഇതിനകത്തെ അംഗങ്ങൾ ആരൊക്കെയാണ്, ഈ ഇവന്റ് നടക്കുന്ന വിധം എങ്ങനെയൊക്കെയാണ്. ഇത്തരം പറഞ്ഞപ്പോ തന്നെ തെസലോനിക്കരുടെ ചോദ്യത്തിനെല്ലാം വെരി ക്ലിയർ ആൻസർ ആയി. ഇനി അതെങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നതെന്ന് കണ്ടോ. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. യോഹന്നാൻ 14 ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. എന്തിനാ? എപ്പോഴും എന്നോട് കൂടെ ഇരിക്കേണ്ടതിന്. ഇതാണ് ആ ഇവന്റിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്നുള്ളത്, കർത്താവിന്റെ കൂടെ ഇരിക്കുക. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞാണ് അവിടെ നിർത്തുന്നത്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. എന്താണ് ഇതിന്റെ പ്രധാന പർപ്പസ്? ഈ ഭൂമിയിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവുമ്പോൾ, സുവിശേഷ നിമിത്തം കഷ്ടം സംഭവിക്കുമ്പോൾ, മരണം സംഭവിക്കുമ്പോൾ, നഷ്ടം സംഭവിക്കുമ്പോൾ ഓർത്തോണം, മരണത്തിന് ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപിരിക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ ഇറ്റേണലി ബോണ്ടാണ്. അതിന്റെ പേരാണ് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് എന്നതുകൊണ്ട് തിരുവെഴുത്ത് അർത്ഥമാക്കുന്നത് ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും വസിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ പറയുന്നതിന്റെ അർത്ഥം അതാണ്. ഒരിക്കലും ഇത് പിരിക്കാനായിട്ട് ആർക്കും ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു വേദഭാഗത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വരും, കർത്താവ് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും കർത്താവിന്റെ ആലോചനയും ഉള്ളത് കൊണ്ട് നാം ഉയർത്തെഴുന്നേൽക്കും, കർത്താവിനെ കാണും, എല്ലാ ദൈവമക്കളും ഇതിന്റെ പാർട്ടിസിപ്പൻസ് ആകും. ഈ വരവിന്റെ വിധം 3 സംഭവങ്ങൾ അവിടെ നടക്കും. ആ 3 സംഭവങ്ങളിലൂടെ ദൈവം തന്റെ ജനത്തെ കൂട്ടിവരുത്തും. നമ്മൾ ഇങ്ങനെ എപ്പോഴും കർത്താവിന്റെ കൂടി ഇരിക്കും. ഇത് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എപ്പോഴും ആശ്വാസവും കംഫർട്ടും തരുന്ന ദൈവീക ആലോചനയാണ്. ഈ തിരുവെഴുത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 4 അധ്യായം നമുക്ക് പഠിക്കാനായിട്ട് കർത്താവ് കരുണ ചെയ്തു. ദൈവം അനുവദിക്കുന്ന വശം മറ്റ് 5-ാം അധ്യായം അല്പ വിശദമായി തന്നെ വരുന്ന ക്ലാസ്സുകളിൽ നോക്കാൻ കർത്താവ് നമ്മളോട് കരുണ ചെയ്യട്ടെ.
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.